രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിന്റെ നിറവിലാണ് ഓരോ ഭാരതീയനും. ഇപ്പോൾ നമ്മൾ കാണുന്നത് കർത്തവ്യ പഥിൽ പുരോഗമിക്കുന്ന വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡുകളാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. കർത്തവ്യ പഥിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യം എമ്പാടും ഒറ്റക്കെട്ടായി റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ നിറവിലാണ്. 30 നിശ്ചല ദൃശ്യങ്ങളാണ് ഈ പരേഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളം ഇതിൽ കേരളം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം രാജ്യം ഉദ്ഘോഷിക്കുകയാണ് ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലൂടെ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കർത്തവ്യ പഥിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡുകൾ കർത്തവ്യ പഥിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിന്റെ 30 നിശ്ചല ദൃശ്യങ്ങളിൽ ഒന്ന് കേരളത്തിൻ്റെതാണ്. എന്താണ് ഇപ്പോഴവിടെ നടക്കുന്ന ചടങ്ങുകൾ? എന്താണ് മറ്റ് വിശദാംശങ്ങൾ? GK, രാജ്യം കാത്തിരുന്ന 77ാമത് റിപ്പബ്ലിക് ദിന പരേഡ് ആണ് ഇപ്പോൾ കർത്തവ്യപഥിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നേതൃത്വത്തിലാണ് ഔപചാരികമായ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രൗഢഗംഭീരമായ ആയുധശേഷി, ഒപ്പം തന്നെ കലാ സാംസ്കാരിക പൈതൃകം എന്നിവ വിളിച്ചോതുന്നതാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡുകൾ. അതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും വിവിധ സേനാ വിഭാഗങ്ങളുടെ ആയുധശേഷി. അത് പ്രദർശിപ്പിക്കുന്ന കണ്ടിജന്റുകളാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. നമുക്ക് കാണാൻ കഴിയും ദിവ്യാസ്ത്ര യാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിയത്. അല്പസമയം മുമ്പ് രൺധ്വജ് എന്ന ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങളുടെ പ്രദർശനം, കൂടാതെ മറ്റ് ടാങ്ക് വേദ മിസൈലുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, ആയുധങ്ങൾ എന്നിവയുടെ പ്രദർശനം ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി ഇപ്പോൾ കർത്തവ്യ പഥിലൂടെ കടന്നു പോവുകയാണ്. രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഇന്ത്യൻ സേനയുടെ ആയുധ ശേഷി വിളിച്ചോതുന്ന വിവിധ കണ്ടിജന്റുകൾ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രത്യേക പ്രമേയം ഇത്തവണ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും സൂര്യാസ്ത്ര മിസൈലുകളാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച, ഇന്ത്യയുടെ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ, റഡാറുകൾ അടക്കമുള്ളവ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വേദി കൂടിയാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡുകൾ എന്നുള്ളത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാങ്കേതിക മികവ്, ധൈര്യം, കർമ്മശേഷി എന്നിവ വിളിച്ചോതുന്നതാണ് ഈ ഓരോ റിപ്പബ്ലിക് ദിന പരേഡുകളും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാക് ഡ്രോണുകളെ തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ റഡാറുകൾ, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ, അവ ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. S-400 മിസൈൽ വേദ സംവിധാനം ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആകാശ് മിസൈലുകൾ ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് കർത്തവ്യപഥിലൂടെ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആകാശ് വെപ്പൺ സിസ്റ്റം, ഒപ്പം തന്നെ അബ്ര വെപ്പൺ സിസ്റ്റം എന്നിവയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് കർത്തവ്യപഥിലൂടെ കടന്നുപോകുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായ കരുത്തായ ആയുധങ്ങൾ, ഒപ്പം തന്നെ ഇന്ത്യ കഴിഞ്ഞ കാലയളവിൽ ആർജിച്ച ആയുധങ്ങൾ എന്നിവയാണ് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി രാജ്യത്തെ പൗരന്മാർക്കും ഒപ്പം തന്നെ ലോകത്തിനു മുന്നിലും ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്ന തരത്തിൽ അണിനിരക്കുന്നത് ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി കർത്തവ്യ പഥിലേക്ക് ഇന്ത്യയുടെ ഡ്രോൺ ശക്തി ആണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സാങ്കേതിക മേഖലയിൽ ഒട്ടേറെ വികസനം ഇന്ത്യൻ സൈന്യത്തിൽ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ പ്രധാന മാറ്റം ഉണ്ടായത് ഡ്രോൺ, ആളില്ലാത്ത ചെറുവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉൾപ്പെടെ അത് കൃത്യമായി തന്നെ രാജ്യത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തിരുന്നു. ആ ഡ്രോണുകളുടെ പ്രദർശനം അവ വഹിച്ചുകൊണ്ടുള്ള കണ്ടിജന്റുകളാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. നമുക്ക് കാണാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക്
സബ്സ്ക്രൈബ് ചെയ്യാം.